ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിന് മഴ വില്ലനായി. ഓസ്ട്രേലിയ വിക്കറ്റ് നഷ്ടമില്ലാതെ 28 റൺസ് എന്ന നിലയിൽ നിൽക്കെയാണ് മഴ വന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഴയുടെ വില്ലത്തരവുമായി അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. മഴ വന്നു, കുഴപ്പമായി. അതെ അതെ, ആവേശകരമായ ഒരു ടെസ്റ്റ് മത്സരമാണ് ഗാബയിൽ എല്ലാ ക്രിക്കറ്റ് ആരാധകരും പ്രതീക്ഷിച്ചത്. പക്ഷേ മഴയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 2 തവണ മഴ തടസ്സപ്പെടുത്തി. ഇടയ്ക്ക് ഒരു തവണ മഴ മാറിയപ്പോൾ പ്രതീക്ഷയായിരുന്നു ആരാധകർക്ക് വലിയൊരു ആവേശ പോരാട്ടം കാണാമെന്നുള്ളത്. പക്ഷേ വീണ്ടും മഴയെത്തിയതോടുകൂടി ഇപ്പോൾ മത്സരം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഈ സെക്കൻഡ് സെഷൻ പൂർണ്ണമായും തന്നെ നഷ്ടമാകുമെന്നാണ് ഗാബയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ. ഇപ്പോൾ ഓസ്ട്രേലിയ വിക്കറ്റ് നഷ്ടമില്ലാതെ 28 റൺസ് എന്ന നിലയിലാണ് ഉള്ളത്. 4 റൺസുമായി മക്കുൻസിയും 19 റൺസുമായി ഉസ്മാൻ ഖ്വാജിയുമാണ് ക്രീസിലുള്ളത്. ഇന്ത്യ ഈ സെഷനിൽ വലിയ പ്രകടനം കാഴ്ചവെക്കുമെന്നായിരുന്നു ഓസ്ട്രേലിയയുടെ പല മുൻതാരങ്ങളടക്കം അറിഞ്ഞത്. കാരണം പിച്ചിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ടോസ് ഇന്ത്യക്ക് കിട്ടിയതോടുകൂടി ബൗളിംഗ് തിരഞ്ഞെടുത്തോടുകൂടി ഈ ഫസ്റ്റ് 2 സെഷനിൽ തന്നെ ഓസ്ട്രേലിയയെ ചുരുട്ടിക്കെട്ടാൻ ഇന്ത്യക്കാകും എന്ന തരത്തിലൊക്കെ പ്രതീക്ഷിച്ചാണ് ഇന്ത്യൻ ആരാധകർ ടി വിക്ക് മുന്നിലൊക്കെ തന്നെ കളി കാണാനിരുന്നത്. പക്ഷേ അത് വലിയ നിരാശയുണ്ടാക്കുന്ന കാഴ്ചയാണ്. എന്തായാലും മൂന്നാം സെഷനിലെങ്കിലും മഴ മാറി കളി ഇന്ന് നടക്കുന്നു. പകുതി ഓവറുകളെങ്കിലും എറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമാണ് ഈ പരമ്പര നിലവിൽ 1-1. ഈ പരമ്പരയിൽ ഇനിയൊരു 4-1 ജയിച്ചാൽ അല്ലെങ്കിൽ 3-1 ജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് മറ്റ് ടീമുകളുടെ ആശ്രയമില്ലാതെ നേരിട്ട ഫൈനലിലേക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പാകിസ്ഥാനോ ശ്രീലങ്കയോ പോലുള്ള ടീമുകളുടെ സഹായം സാങ്കേതികമായി വേണ്ടി വരും. അവർ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കണം, ഇങ്ങനെയുള്ള പല കാൽക്കുലേറ്ററിൻ്റെ കളികളും വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ 3 മത്സരങ്ങളും നിർണായകമാണ്. മഴ മാറട്ടെ, ഇന്ത്യ കളിക്കട്ടെ, ഇന്ത്യ ജയിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. SK. ഓക്കെ, താങ്ക് യു.